ആർളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 10-ാം ബ്ലോക്കിലെ അനീഷിന്റെ വീട് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു സന്ദർശിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് മന്ത്രി വീട്ടിലെത്തിയത്. അനീഷിന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി ആശ്വസിപ്പിച്ചു. ആനമതിൽ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ത്വരിതപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. വളയംചാലിലെ ഭൂമിയുടെ കൈവശരേഖ വിതരണ ചടങ്ങിന് ശേഷമാണ് മന്ത്രി അനീഷിന്റെ വീട്ടിലെത്തിയത്. ആർളം പഞ്ചായത്ത് പ്രസിഡന്റ് വി ശോഭ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. പൊതുവെ നമ്മൾ ഈ 3500 ഏക്കർ ഭൂമിയാണ് ആർളം ഫാം മൊത്തത്തിലുള്ളത്. അപ്പോൾ നമ്മൾ അത്തരം കുടുംബങ്ങൾക്ക് നമ്മൾ പതിച്ചു കൊടുത്തു. എങ്കിലും പല കുടുംബങ്ങളും ഏകദേശം 1700 ഏക്കർ ഭൂമിയിൽ ആൾക്കാർ താമസിക്കാത്തതുകൊണ്ട് തന്നെ അതൊക്കെ കുറേ ഒരു വനം പോലെ കിടക്കുകയാണ്. ആ വനം പോലെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ മൃഗങ്ങൾ വനാന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കയറി വരാറുണ്ട് ഈ പ്രദേശത്ത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ആനമതിലിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ ത്വരിതപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ആദ്യം നമ്മളത് ടെൻഡർ ചെയ്തെങ്കിലും ULCC ഏൽപ്പിക്കുന്ന കാര്യത്തിൽ ചില തർക്കങ്ങളും കാര്യങ്ങളും വാദപ്രതിവാദങ്ങളും ഉണ്ടായി. പിന്നെ അവർ ഉപേക്ഷിച്ച് പിന്നെ നമ്മൾ വേറൊരു കരാറുകാരന് കൊടുത്തു. പിന്നെ ആ കരാറുകാരനും വർക്ക് വളരെ മെല്ലെയാണ് കൊണ്ടുപോയത്. ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ മാത്രമേ ഇയാൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ അയാളെ ടെർമിനേറ്റ് ചെയ്ത് ഇപ്പോൾ 3ാമത്തെ ഒരു കരാറ് തന്നെയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ വർക്ക് കുറച്ച് സ്പീഡായിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും 53 കോടി രൂപയാണ് നമ്മൾ ഈ ആന പ്രയോഗത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നീക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പൂർത്തിയായി കഴിഞ്ഞാൽ കുറേ നമുക്കൊരു നല്ല ഒരു പ്രതിരോധ സംവിധാനം എന്ന നിലയ്ക്ക് നമുക്കതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ആ കാര്യങ്ങൾ ഇതാക്കാം. പിന്നീടുള്ള നമ്മൾ ഫെൻസിങ് പോലെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ RRT ടീം ഇവിടെ തന്നെ ഉണ്ട്. RRT ടീം ഉണ്ട്. ഈ പറഞ്ഞ സംഭവം ഉണ്ടാകുമ്പോൾ RRT ടീമിൻ്റെ അവർ ഓടിച്ചപ്പോൾ അവർ കണ്ടിരുന്നു. അങ്ങനെയാണ് ആന ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് കാണുന്നത് വെച്ചാൽ ഈ കൊടുത്ത ഭൂമിയൊക്കെ നമ്മൾ കണ്ടത് കൃഷിയോഗ്യമായിട്ട് നിലനിർത്തണം. അപ്പോൾ വനം എന്നുള്ള ആ പ്രതീതിയൊക്കെ ഒഴിവാക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ മൃഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആവിഷ്കരിച്ച് നമ്മൾ വകുപ്പ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും പൂർത്തിയായിട്ടില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അതൊക്കെ വേഗം തന്നെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ജാഗ്രതയോടെ വകുപ്പും ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങൾ വന്നാൽ കുറേ ശാശ്വതമായിട്ട് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും.